ഇന്ന് ഫോൺ ഗാലറി ഒന്ന് വെറുതെ തുറന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോ കാണുന്നത്. ഇത് നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഉള്ളൊരു വീഡിയോ ആണ്, ഒരു ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചതായിരുന്നു, പക്ഷേ എനിക്ക് വോയിസ് കൊടുക്കാനോ ഇതിടാനോ ഒന്നും പറ്റിയില്ല. ഇത്രയും നാൾ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ നമുക്കൊരു ഞായറാഴ്ച കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് ഈ കൊഞ്ച് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ പോകുമ്പോഴൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ സ്വന്തമായി വീട്ടിൽ വാങ്ങുകയോ വെക്കുകയോ അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് വാങ്ങിയപ്പോഴാണ്, ഇന്നല്ല അന്നത്തെ ദിവസം ആദ്യമായിട്ട് വാങ്ങിയപ്പോഴാണ് ഞാനതിങ്ങനെ വെക്കാനൊക്കെ നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഞങ്ങളുടെ മീൻകാരൻ തന്നെ ഒന്ന് രണ്ടെണ്ണമൊക്കെ എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് കാണിച്ചു തന്നു. പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി വൃത്തിയാക്കുകയാണ് കേട്ടോ. ഞാനൊരു ആവറേജ് പാലക്കാട്ടുകാരിയാണ്. എനിക്ക് അങ്ങനെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും ഞാൻ പണ്ട് കണ്ടിട്ടേ ഇല്ല. കല്യാണം കഴിഞ്ഞ് ഒരു ആലപ്പുഴക്കാരനെ കല്യാണം കഴിച്ചത് പിന്നെയാണ് ഞാൻ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ കാണുന്നത് തന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇതൊന്നും വൃത്തിയാക്കാൻ അങ്ങനെ അറിയില്ല. എന്നാലും ഞാൻ എൻ്റെ ഏട്ടനും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമാണല്ലോ, അവർ പാവം എൻ്റെ ഏട്ടനെ ഇതൊക്കെ കഴിച്ച് വളർന്നതല്ലേ. അപ്പോൾ ഇപ്പോൾ എന്നെ കല്യാണം കഴിച്ചപ്പോൾ പാലക്കാട് വന്നപ്പോൾ ഇതൊന്നും കഴിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നിയാലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെയാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ വൃത്തിയാക്കി വന്നപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഒരു നേക്ക് പഠിച്ചു കേട്ടോ. പിന്നെ ശരിയായി. അപ്പോൾ അങ്ങനെ മൊത്തവും വൃത്തിയാക്കി കേട്ടോ. ഞാൻ തന്നെ ഫുൾ ഒറ്റയ്ക്ക് ഇരുന്ന് വൃത്തിയാക്കി മൊത്തം. ഹസ്ബൻഡിൻ്റെ നാട് ആലപ്പുഴയാണ്. അപ്പോൾ അവിടുത്തെ അമ്മയ്ക്ക് ഇതൊക്കെയാണ് വർക്ക് കേട്ടോ. അമ്മ ഇങ്ങനെ ചെമ്മീൻ കമ്പനിയിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മ ഇങ്ങനെ കറിയൊക്കെ വെച്ച് ഇടയ്ക്ക് ആൾക്ക് കൊടുക്കാറുള്ളതുകൊണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ. ഇപ്പോഴൊക്കെയാണ് എന്നെ കല്യാണം കഴിച്ചത്. പിന്നെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. കടയിലൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ കഴിക്കും കേട്ടോ, അല്ലാതെ ഞങ്ങളങ്ങനെ വീട്ടിലൊന്നും വെക്കാറില്ല. അപ്പോൾ ഇത് ഞാൻ വൃത്തിയാക്കിയതാണ്. ഇത് ശരിയായിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് കറിയൊക്കെ വെക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സങ്കടം തോന്നി. നമ്മൾ അവിടുത്തെ വീട്ടിലിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് മാറിയതാണല്ലോ, റോഡ് വന്ന് പോകുമെന്നും പറഞ്ഞ് പെട്ടെന്ന് മാറിയതാണല്ലോ. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ഇപ്പം ഞാനിത് അപ്ലോഡ് ചെയ്യണോ വേണ്ടേന്ന് കുറേ പ്രാവശ്യം ആലോചിച്ചു. പിന്നെ എന്തായാലും ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. ഞാൻ കറി വെക്കുന്നത് യൂട്യൂബ് നോക്കിയിട്ടാണ്. അപ്പോൾ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മക്കളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ഒക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരെന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. എൻ്റെ മോനാണെങ്കിലും പോലും അവൻ പറയും, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അമ്മ സൂപ്പറാണെന്ന് പറയും. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവനത് പറയും, അമ്മ ഇഷ്ടപ്പെട്ടില്ല, എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്നതാണ്. പക്ഷേ അവന് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും ഇഷ്ടമായി. എനിക്ക് മോന് കൊടുക്കാൻ പേടിയുണ്ടായിരുന്നു, കാരണം അവൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, അവന് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തു. വേറെ കുഴപ്പമൊന്നുമില്ല. ചിലവർക്ക് അലർജിയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൊടുക്കാൻ ഞാൻ പേടിച്ചത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്കിരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.